ഒരു പ്രമാണിത്വം അദ്ദേഹം എപ്പോഴും അത് അവകാശപ്പെടുന്നുണ്ട്. ഇടതുമുന്നണിക്കൊപ്പം നിൽക്കുമ്പോഴും അദ്ദേഹം ഈ CPM തന്നെ വിമർശിച്ചു കൊണ്ടിരുന്ന ഒരു കാര്യമുണ്ടല്ലോ. അദ്ദേഹം എന്താണ് ഈ പാർട്ടിയെ പഠിച്ചിട്ടോ പാർട്ടി പരിപാടി പഠിച്ചിട്ടോ അല്ല നമുക്കൊപ്പം നിൽക്കുന്നത്. സ്വതന്ത്രനായി കോൺഗ്രസിൻ്റെ പ്രത്യയശാസ്ത്രവും ഒരു വലതുപക്ഷ സ്വഭാവവും ഒക്കെയായി തന്നെയാണ് അദ്ദേഹം ഇങ്ങോട്ട് വന്നതെന്ന് CPM വിമർശിക്കുന്നതിൽ ഒരു പരിധിവരെ കാര്യമുണ്ട്. കാരണം അദ്ദേഹം ആ ഇടതുമുന്നണി വിട്ടുപോകുമ്പോൾ അദ്ദേഹം ആവർത്തിച്ച് പ്രഘോഷിച്ചതൊക്കെ അദ്ദേഹത്തിൻ്റെ കുടുംബമാഹാത്മ്യവും മറ്റു കാര്യങ്ങളും ഒക്കെയാണ്. അപ്പോൾ അവിടെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ഉള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മണ്ഡലത്തിലുള്ള ഗുണം. പക്ഷേ ആ മണ്ഡലത്തിൻ്റെ പൊതുസ്ഥിതി കൊണ്ട് CPM അങ്ങനെ ചാടിക്കയറി രക്ഷപ്പെടുമെന്നൊന്നും നമുക്ക് പറയാനാവില്ല. അവിടെ നല്ല മത്സരം നടക്കുന്ന മണ്ഡലം തന്നെയാണ്, സംശയമില്ല. പക്ഷേ അവിടെ ഒരു കാര്യം, അൻവറിൻ്റെ പുകലും അൻവർ ഉണ്ടാക്കുന്ന പുകലും എല്ലാം UDF-ലാണ് നടക്കുന്നത്, അപ്പുറത്തെ പക്ഷത്താണ് നടക്കുന്നത്. ഇവിടെ ഇവർക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകാവുന്ന ഒരു സ്ഥിതിയുണ്ട്. മികച്ച ഒരു സ്ഥാനാർത്ഥിയാണോ അവിടെ വരുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. അതിനൊക്കെ ശേഷമേ നമുക്ക് വിജയസാധ്യതയിലേക്കോ മറ്റു കാര്യങ്ങളിലേക്കോ പോകാൻ പറ്റും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, BJP അവിടെ മത്സരിക്കുന്നുണ്ടോ എന്നുള്ള കാര്യമാണ്. അവർ മത്സരിക്കുന്നില്ലെങ്കിൽ മത്സരിക്കാതിരിക്കുന്നതിന് കാരണം എന്താണ്, അവരുടെ വോട്ട് എവിടേക്ക് പോകും എന്നതെല്ലാം ഇതിന് എല്ലാത്തിനെയും ആശ്രയിച്ചിരിക്കും.